സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. നിലവിൽ 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 30% പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമരം ചെയ്യുന്ന 3 വനിതാ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ 45 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. എന്നാൽ പരമാവധി നിയമനം നടത്തണം എന്നാണ് സമരം തുടരുന്നവരുടെ ആവശ്യം. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കാൻ പോകുന്നു. ഒരുപാട് പേർ ദിവസങ്ങളായി നടത്തിയ സമരം, പ്രതിഷേധം, അതിന് ഫലമുണ്ടാവുന്നില്ല. ഇന്നത്തോടുകൂടി സമരം അവസാനിപ്പിച്ചവർ മടങ്ങാൻ തന്നെയാണ് തീരുമാനം. വിശദമായ വിവരങ്ങൾ എന്താണ് മേഘന? റീജിത്ത്, നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. പിന്നീട് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം അവർക്ക് ഈ ജോലിയെ പറ്റി അടക്കമുള്ള ഈ കാക്കി യൂണിഫോം അടക്കം സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്? കാരണം 26 വയസ്സിൽ മാത്രം പ്രായമുള്ള പെൺകുട്ടികളാണ്. അതുകൊണ്ട് അവരുടെ സ്വപ്നം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും സർക്കാരിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് പ്രായോഗികമല്ല. ഇത്രയും പേരെ ഒരു ജോലിക്കായി നിയമനം നൽകുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗം. ഇന്ന് ഈ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം 19ാം ദിവസമാണ്. അവർ കഴിഞ്ഞ ഏപ്രിൽ 2 മുതൽ അവരിവിടെ സമരം ഇരിക്കുകയാണ്. നമുക്കിപ്പോഴും കാണാം, അവർ പലരും ഉറക്കം എഴുന്നേറ്റിട്ടില്ല. പക്ഷേ ഈ ഒരു സമരപന്തൽ എന്ന് പറയുന്നത് കഴിഞ്ഞ 18-19 ദിവസങ്ങളായി സജീവമാണ്. അവർ പലതരത്തിലുള്ള സമരങ്ങൾ ചെയ്തു. അത് ഈ സഹന സമരം, അത് ഞങ്ങൾ ഈ ജോലിക്ക് അർഹരാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള സഹന സമരങ്ങൾ കണ്ടു. അത് ഈ കൈയും കാലും കെട്ടിയുള്ള സമരമടക്കമുള്ള ഈ തറയിലൊക്കെ ഇരുന്ന് അവർ ഇങ്ങനെ ഇഴഞ്ഞുമൊക്കെ സമരം നടത്തി. അവരുടെ ദേഹത്ത്, പലരുടെയും ദേഹത്ത് ഈ മുറിവിൻ്റെ പാടുകളൊക്കെ കാണാനുമുണ്ട്. പക്ഷേ ഒരു ഫലം ഉണ്ടാകുന്നില്ല. അവർക്ക് ഈ ജോലി എന്നുള്ള സ്വപ്നം ഇന്നും അങ്ങ് ദൂരെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഏപ്രിൽ 19 അവസാന ദിവസം, ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്ന അവസാന ദിവസം കൂടിയാണ്. ഇന്ന് അവസാനിക്കുകയാണ്, പ്രതീക്ഷകൾ അവസാനിക്കുകയാണെന്നത് പറയേണ്ടി വരും അല്ലേ? ഇന്ന് നമ്മൾ ഒരു വർഷമായിട്ട് നമ്മൾ ഈ ലിസ്റ്റിൻ്റെ ഒരു ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് ഇരിക്കുകയായിരുന്നു. ഒരു വർഷം എന്ന് പറയുമ്പോൾ 2022 നമ്മൾ തുടങ്ങിയതാണ് ഇതുമായിട്ടുള്ളൊരു. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു വർഷം ഇന്ന് കംപ്ലീറ്റ് ആവുകയാണ്. കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റ് ഇതേ സമയം വരുമ്പം ഞങ്ങൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടോ അതേ സ്വപ്നങ്ങളൊന്നും എങ്ങും എത്താതെ അവസാനിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് മുന്നോട്ടുള്ളൊരു നിലപാട് എങ്ങനെയാണ്? ഇന്ന് നമ്മൾ ശരിക്കും എല്ലാവരും വളരെയധികം വിഷമത്തിലാണ്. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ തലേ ദിവസം നല്ലൊരു വേക്കൻസി സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ. അതുപോലെ ഒരു തീരുമാനം ഞങ്ങളുടെ കാര്യത്തിൽ എടുക്കണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് എടുക്കുമായിരിക്കാം, അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് റീജിത്ത്, ഇങ്ങനെ തന്നെയാണ്. കാരണം ഇവർ ഇന്നലെ മണിക്കൂറുകൾക്ക് മുന്നേ ഈ 45 പേർക്ക്, ഈ സമരം ചെയ്യുന്ന 3 വനിതാ CPO ഉദ്യോഗാർത്ഥികളടക്കമുള്ള 45 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. പക്ഷേ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് പരമാവധി പേർക്ക് നിയമനം നൽകുക, ഈ നിയമന കാലാവധി നീട്ടുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് ഇവർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ നിയമനം പരമാവധി 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റാണ്. അതിൽ ഒരു 70% പേർക്കെങ്കിലും നിയമനം നൽകണമെന്നുള്ളതാണ് അവർ ഇപ്പോഴും പറയുന്നത്. അങ്ങനെ തന്നെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ അവസാന മണിക്കൂറും ഇനി എന്തെങ്കിലും തരത്തിലൊരു അഡ്വൈസ് മെമ്മോ ഇവർക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർ കാത്തു സൂക്ഷിക്കുന്നു. പക്ഷെ മറ്റൊരു തരത്തിൽ ഈ ദിവസങ്ങൾ നീണ്ട 18 ദിവസം നീണ്ട ഒരു സമരം, അത് ഫലമുണ്ടാകുന്നില്ല. അവരുടെ സഹന സമരം, അത് അവർ സ്വയം വേദനിപ്പിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ ഇരുന്നത്, സമരം ചെയ്തത്. അതിന് ഫലം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി അവർ ഇവിടെ നിന്ന് പങ്കുവയ്ക്കുന്നു. ശരി, മേഘന മുരളി വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.